പ്രതിരോധമാണ് ഏറ്റവും വലിയ മരുന്ന് എന്നതാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ 2 രോഗങ്ങൾ കുറച്ചു നാളായി ഉയർത്തുന്നത് അതീവ ഗുരുതരമായ വെല്ലുവിളിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവും എലിപ്പനിയും. ആദ്യത്തേതിന്റെ കാര്യത്തിൽ രോഗത്തിന്റെ ഉറവിടം കൃത്യമായി തിരിച്ചറിയാത്തതും ഫലപ്രദമായ മരുന്നില്ലാത്തതുമാണ് പ്രതിസന്ധിയെങ്കിൽ, എലിപ്പനിയുടെ ചികിത്സയ്ക്ക് മരുന്നുണ്ടെങ്കിലും മുമ്പത്തെ പോലെ പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ല എന്നതാണ് പ്രതിസന്ധി. കഴിഞ്ഞ 10 മാസത്തിനിടെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചു മരിച്ചത് 314 പേരാണ്. അത് ചെറിയ കണക്കല്ല. ഇതേ കാലയളവിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് 29 പേർ മരണമടഞ്ഞു. 4600-ലധികം പേർക്ക് എലിപ്പനി ബാധിച്ചപ്പോഴാണ് അതിൽ 314 പേർ മരിച്ചത് എന്ന് വിലയിരുത്തിക്കൊണ്ട് മരണത്തിന്റെ തോത് ചെറുതാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. പ്രതിരോധത്തിന് മരുന്നുള്ള രോഗമാണ് എലിപ്പനി. പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ പൂർണ്ണ സൗഖ്യം വരികയും ചെയ്യും. എന്നിട്ടും രോഗവ്യാപനം കുറയ്ക്കാനാവാത്തതും മരണങ്ങൾ തുടരുകയും ചെയ്യുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. എലിപ്പനിക്കും മസ്തിഷ്ക ജ്വരത്തിനും കാരണം വ്യത്യസ്തമായ 2 ബാക്ടീരിയകളാണ്. എലിപ്പനിയുടെ പേരിലെ വില്ലൻ എലിയാണെങ്കിലും എലിക്ക് പുറമെ നായ, പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലും രോഗകാരിയായ ലെപ്റ്റോസ്പൈറോ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകും. നനവുള്ള മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുകയോ മലിനജലത്തിൽ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ പാദങ്ങളിലെ ചെറിയ മുറിവുകളിലൂടെയോ വിണ്ടുകീറലിലൂടെയോ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കാം. അണുബാധയേറ്റാൽ കടുത്ത തലവേദനയും പനിയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ദിവസങ്ങൾക്ക് ശേഷവും പനി മാറാതിരുന്നാലും ഡോക്ടറെ കാണാതെ ലക്ഷണം പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. ഇങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത വിധം രോഗം മൂർച്ഛിച്ചിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും 3 ദിവസത്തിലധികം നീളുന്ന പനി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ തേടണം. എലിപ്പനി ബാധിച്ച് മരിച്ച 314 പേരിൽ 176 പേർ മാത്രമാണ് മരണത്തിന് മുൻപ് രോഗം സ്ഥിരീകരിച്ചത്. ബാക്കി 138 പേരിൽ രോഗലക്ഷണങ്ങളോടെ തന്നെ മരണം സംഭവിച്ചു. ഇതിൽ രോഗസ്ഥിരീകരണവും വിദഗ്ധ ചികിത്സയും വൈകിയതാണ് മരണകാരണമെന്ന് അനുമാനിക്കാം. മസ്തിഷ്ക ജ്വരം ജലജന്യ രോഗമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിലവിലെ സങ്കീർണത ഏത് തരം ജലത്തിലൂടെ ഏതുവിധം രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് അറിയാത്തതാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിൽ മൂക്കിലൂടെ രോഗാണു തലച്ചോറിലെത്തുന്നതാണ് ആദ്യം കരുതപ്പെട്ടിരുന്നതെങ്കിലും പൈപ്പ് വെള്ളത്തിൽ കുളിമുറിയിൽ കുളിക്കുന്നവരെയും രോഗം ബാധിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ദീർഘനാൾ വൃത്തിയാക്കാതെ കിടക്കുന്ന വാട്ടർ ടാങ്കുകളാണോ ഇത്തരം കേസുകളിൽ രോഗാണുബാധയ്ക്ക് ഇടയാക്കിയതെന്ന് തീർച്ചയില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നതേയുള്ളൂ. 2 രോഗങ്ങളുടെ വ്യാപനവും മലിനമായ ജലത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ന പൊതുഘടകത്തെ അടിസ്ഥാനമാക്കി വ്യക്തി ശുചിത്വം കർശനമായി പാലിക്കുകയും മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നിർവഹിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ചികിത്സകൾ ഫലപ്രദമാകാത്ത ഏത് രോഗത്തിന്റെ കാര്യത്തിലും പ്രതിരോധം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.